രാഷ്ട്രീയത്തിൻ്റെ ഇരട്ടത്താപ്പുകളും എന്നൊരു സംഭവമാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് വർഷങ്ങൾക്ക് മുന്നേ ഇന്ദിരാഗാന്ധി, ഇന്ദിരാജി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നിൽക്കുന്ന സമയത്ത് പാകിസ്ഥാനും ബംഗ്ലാദേശും യുദ്ധം നടക്കുകയാണ്. അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും വേർതിരിക്കണമെന്ന്, ബംഗ്ലാദേശിനെ വേറെ രാജ്യമാക്കണം എന്ന് പറഞ്ഞിട്ട് യുദ്ധം നടക്കുന്ന സമയത്ത് പാകിസ്ഥാനെ ഈ അമേരിക്കയും ബ്രിട്ടനൊക്കെ കൂടിയിട്ട് നല്ലോണം സപ്പോർട്ട് ചെയ്യുക, ഈ ബംഗ്ലാദേശിനെ തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ട്, ഇല്ല ബംഗ്ലാദേശിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇന്ദിരാജിൻ്റെ ഓഫീസിലേക്ക് ഒരു കോള് വന്നു. ആ കോള് വന്നത് വരെ പറഞ്ഞെന്തറിയാം, അതായത് നിങ്ങൾ ബംഗ്ലാദേശിനെ സപ്പോർട്ട് ചെയ്ത് നിർത്തണം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യും, അല്ലെങ്കിൽ നമ്മളെന്താക്കും, ഒരു കപ്പൽ അങ്ങോട്ട് വിടും, കപ്പലിൽ വിട്ടങ്ങൾക്ക് അതിൻ്റെ സ്ഥിതി അറിയാലോ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പേടിപ്പിക്കലാണ്. അപ്പം നിങ്ങൾ കാര്യമായിട്ട് എടുത്തോളി, നമ്മൾ കപ്പൽ വിടാൻ വേണ്ടി പോവുകയാണെന്ന് ഇങ്ങനെ തള്ളി മറിക്കുക ഇത് ബ്രിട്ടനും അമേരിക്കയിലുള്ള ആളുകൾ, അവിടുത്തെ പ്രധാനമന്ത്രിമാർ. അപ്പോൾ ഇന്ദിരാജി പറഞ്ഞൊരു ഡയലോഗുണ്ട്. ഇന്ദിരാജി പറഞ്ഞ്, ഇടയ്ക്ക് ഫോൺ വെക്കല്ലേ, നിങ്ങളങ്ങനെ പെട്ടെന്നുണ്ട് പറഞ്ഞു പോയിട്ട് ഫോൺ അങ്ങോട്ട് വെച്ചാലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നമ്മളെ നാട്ടിലേക്ക്, നമ്മളെ അതിർത്തിയിലേക്ക് വന്ന സാധനം, അത് കപ്പലായാലും ശരി, തോണിയായാലും ശരി, ബഞ്ചായാലും ശരി, വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പോകണമെന്ന് നമ്മളത് തീരുമാനിക്കും. അതായത് അത് ഇവിടെ നിൽക്കണോ അല്ലെങ്കിൽ തിരിച്ചു പോകണമെന്ന് നമ്മളങ്ങനെ തീരുമാനിക്കുന്നതിനായിട്ടാണ് ഫോൺ വെച്ചത്. അതൊരു നയം. ഇനി രണ്ടാമത്തത്, ഇതേ അമേരിക്കയും എന്താ ചെയ്തെന്ന് വെച്ചാൽ, നമ്മളെ മോദിജിനോട് പറഞ്ഞു, നിങ്ങൾ ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങരുത്, നിങ്ങൾ എവിടുന്ന് എണ്ണ വാങ്ങേണ്ടതെന്ന് നമ്മൾ പറയും, അവിടുന്ന് നിങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. മോദിജി എന്താ പറഞ്ഞു, ഓക്കെ ട്രംപെണ്ണ, നിങ്ങളെന്താ പറയണത്, നിങ്ങളെന്താ ചെയ്യുന്നത് പറഞ്ഞാൽ മതി, അതേ നമ്മൾ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊരു നയം. ഇനി അടുത്തത്, SRI ഫോമുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് മോദിജി ഒരു കത്തയച്ച്, ഒരു ഫോം അയച്ച്, ആ ഫോം നമ്മുടെ മുഖ്യമന്ത്രി എന്താക്കി, ഒപ്പിട്ടാണ്ട് ആരും അറിയാതെ രാത്രി ഒപ്പിട്ടാണ്ട് കൊടുത്ത് അത് പാസ്സാക്കി. അപ്പോൾ മോദിജി പറഞ്ഞ, എല്ലടോ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വായിച്ചിട്ടാണോ ചെയ്തതെന്നൊക്കെ ചോദിച്ചു. അതൊന്നും പ്രശ്നമല്ല, നമ്മളെ അണികളെ പറഞ്ഞ് പറ്റിക്കാൻ നമുക്കല്ല സുഖം, പിന്നീട് യൂട്ടേൺ അടിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് മോദിജിനെ സമാധാനിപ്പിച്ച്. ഇതേ സംഭവം ബംഗാളിൽ പോയി മോദിജി പറഞ്ഞ, അവിടെയുള്ള മമതാ ബാനർജിനോട് പറഞ്ഞു, മമതേച്ചിനോട് പറഞ്ഞു, മമതേച്ചിയെ ഇതാ ഒരു പേപ്പർ അങ്ങോട്ട് വരുന്നുണ്ട്, അതങ്ങോട്ട് ഒപ്പിട്ട് അങ്ങോട്ട് തന്നാളി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നാണ്. അപ്പം മമത എന്താ പറഞ്ഞാറോ, മമതേച്ചി എന്താ പറഞ്ഞാറോ, നിങ്ങളുടെ പേപ്പറല്ല, എന്ത് വേണമെങ്കിൽ അയച്ചിട്ട് കാര്യമില്ല, നമ്മളെ നാട്ടിൽ എന്ത് നടത്തണമെന്ന് നമ്മൾ തീരുമാനിക്കും. അപ്പം മോദിജി പറഞ്ഞ്, നിങ്ങളിങ്ങനെ കരുതുള്ളണ്ട, ഞാൻ ഈടിനങ്ങോട്ട് അയച്ചോളും, ബാഗ് SR ഫോമിൽ ഫില്ല് ചെയ്ത് അങ്ങോട്ട് തിരിച്ചയച്ചെന്നാൾ, അതിൽ കഴിഞ്ഞെന്ന് പറഞ്ഞു. അപ്പം മമത മേഡം പറഞ്ഞു, എന്താ പറയുക, മമത ചേച്ചി പറഞ്ഞു, നിങ്ങൾ ഇതല്ല ഇതിൻ്റെ അപ്പുറവും ചിലപ്പോൾ കൊണ്ടുവരും, ഓരോ പേപ്പറും കടലാസൊക്കെ ആയിട്ട് വരും, എല്ലാത്തിലും ഒപ്പിട്ട് തരാൻ ഞാൻ കേരളത്തിൻ്റെ ആളല്ല, കേരളത്തിൻ്റെ CM അല്ല,
ഞാൻ ബംഗാളിലെ CM. അതുമാത്രമല്ല, നിങ്ങൾ വീഡിയോ ദിനേശ് വീഡിയോ കട്ടൻ ചായ എന്താ വെച്ചാൽ നിങ്ങൾ കൊണ്ടുവരും. നമുക്ക് പേടില്ല എന്ന് പറഞ്ഞു. ധീര 2 വനിതകളുടെ കഥയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇതേ 2 ധീര പുരുഷന്മാരുടെ കഥ നമ്മൾ കേട്ടില്ലേ? ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അകവും പൊള്ളയാണ്, പുറവും പൊള്ളയാണ്.